ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്, ഒരു ഹൽവയാണ്. ഇതൊരു ടേസ്റ്റി ഹൽവയാണ്. ഇത് മധുരക്കിഴങ്ങ്, അതായത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കുന്നതാണ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു റൂട്ടാണ്, കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നതാണ്. ഫൈബറാണ്, ഫുൾ ഓഫ് ഫൈബറാണ്. അതിന് തന്നെ ഒരു മധുരമുണ്ട്. അതിനോടൊപ്പം നമ്മൾ കുറച്ച് പഞ്ചസാരയും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമൊക്കെ വരുമല്ലോ, സ്വാഭാവികമാണ്. അതിനോടൊപ്പം നമ്മൾ കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. അതൊരു ഡിഫറൻ്റ് ആയിരിക്കും, ഒരു ചെറിയൊരു കോക്കനട്ട് ഫ്ലേവറും കൂടി ചേർന്ന് വരുന്ന ഒരു ഹൽവ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധുരക്കിഴങ്ങ് തേങ്ങാ ഹൽവ. മധുരക്കിഴങ്ങ് 1 കിലോ ആവിയിൽ പുഴുങ്ങി തൊലി കളഞ്ഞ് മാറ്റി വെച്ചത്. തേങ്ങ 1 കപ്പ് തരിതരിപ്പായിട്ട് അരച്ചത്. ശർക്കര പൊടിച്ചത് 1 കപ്പ്. പഞ്ചസാര 3 ടേബിൾ സ്പൂൺ. നെയ്യ് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം. ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടെന്ന് പറയാം. ഇത് ഇത്ര പീസസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 4-5-6 പീസസ് ഉണ്ട്. 1 2 3 4 ഒരു 7-8 പീസ് ഉണ്ട് കേട്ടോ. ചെറിയ ഇങ്ങനെ ഓരോന്നായിട്ട് മുറിച്ച് ഒരു 3 വലിയ ഒരു മീഡിയം സൈസുള്ളതും അല്ലാത്ത ഒരു വലുതും ഒരു ചെറുതും ഉണ്ടായിരുന്നു. അതിനെ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് സ്റ്റീം ചെയ്തെടുത്തു. ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി. ഇനി ഇതിനെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മളുടെ ഹൽവ മേക്കിങ്ങിലേക്ക് ഞാൻ ഇറങ്ങുന്നു. സ്വീറ്റ് പൊട്ടറ്റോ ഇത് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചുവട് കെട്ടിയുള്ളൊരു പാത്രം ആദ്യം, അതിലേക്ക് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി പശുവിൻ നെയ്യ് ആദ്യം ഒരു 2 ടീസ്പൂൺ. ഓക്കെ, ഇനി ഇതിലേക്ക് ഇത് ശർക്കര പൗഡർ, ജാഗറി പൗഡർ 1 കപ്പുണ്ട്, അത് ചേർക്കുന്നു. അതോടൊപ്പം ഒരല്പം വെള്ളം, 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇത് ഒട്ടും തന്നെ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുകയും ചെയ്യും. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, അത്രയേ ഉള്ളൂ. ദേ ഇത് അരച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ അഥവാ നമ്മുടെ മധുരക്കിഴങ്ങ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മധുരക്കിഴങ്ങിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർക്കാം. തേങ്ങ അരച്ചത് ഇത് 1 കപ്പുണ്ട്, തരിതരിപ്പായിട്ട് അരച്ചെടുത്തത്. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലും ഒക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നല്ല തീയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി റെഡിയായി വരട്ടെ. ഇതിപ്പോൾ നല്ല ലൂസായിട്ടുണ്ട്. ഇനി ഇത് ടൈറ്റായി വരും, പെട്ടെന്ന് തന്നെ ആകും. തീ കുറയ്ക്കുന്നില്ല, നല്ല തീയിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഹൽവ അതേ നോക്കിയേ ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ടൈറ്റായി തുടങ്ങി. ഇനി ഈ ഒരു സ്റ്റേജിൽ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഒരു ഗ്ലേസിങ്ങും കുറച്ചുകൂടി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് ഒരു 1/4 കപ്പ്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും അലിഞ്ഞതിൻ്റെ കൂടെ ചേരും. കുറച്ചുകൂടി ഒരു കളറിനൊരു വ്യത്യാസം ഉണ്ടാവും, ഗോൾഡൻ കുറച്ചുകൂടി നല്ലൊരു കളർ വരും. മാത്രമല്ല ഒരു നല്ലൊരു തിളക്കവും ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് തുടങ്ങാം. കുറേശ്ശെ ആദ്യം ഒരു 2 ടീസ്പൂണാണ് ഒഴിച്ചത്. ഇപ്പോൾ ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീയാണ്, പശുവിൻ നെയ്യ്. നല്ല നെയ്യാണ് മിൽക്കി മിസ്റ്റിൻ്റെ, നല്ല ക്വാളിറ്റിയുള്ള നെയ്യ് തന്നെയാണ്. അപ്പം ഇങ്ങനെ നെയ്യ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പിന്നെ ഇത് ഉള്ളിലേക്ക് കയറും. അതിലേക്ക് ഇപ്പോഴേ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാൻ പോകുന്നു. ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്തു. ആഹാ, നല്ല മണം. അപ്പോൾ നെയ്യ് ചേർത്ത് നെയ്യ് അകത്തേക്ക് പോയി. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. 3 ടീസ്പൂൺ ഈക്വലൻ ടു 1 ടേബിൾ സ്പൂൺ.
കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്നൊരു നല്ല രസമായിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരും. ഏതാണ്ട് ഹൽവ പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിട്ട് വരുന്നതാണ് ഒരു ഹൽവ പാകം എന്ന് പറയുന്നത്. കുറച്ച് നെയ്യും കൂടി ചേർക്കാം. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യായി. പിന്നെ ആദ്യം 2 ടീസ്പൂൺ ചേർത്ത് 3 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ 1/4 കപ്പോളം നെയ്യ്. പിന്നെ ഒരു 2 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്തു. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസ് പിന്നെ എന്തെങ്കിലും എന്താ പറയുക ആൽമണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വറുത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ പ്രത്യേകം വറുത്തിട്ട് ലാസ്റ്റ് ഇതിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ ഹൽവ ഉണ്ടാക്കുകയാണ്. ആ ഇട്ട പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് യോജിച്ച് ഒരു ഗോൾഡൻ കളറായിക്കൊണ്ടിരിക്കും. ഇതിലിപ്പോൾ തേങ്ങയുടെ ഒരു ഫ്ലേവറും വരും, അതോടൊപ്പം സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു ടേസ്റ്റും വരും. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൽവ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യുന്നു. അതിൻ്റെ ലാസ്റ്റ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുകയാണെങ്കിൽ നെയ്യോടുകൂടി ഒഴിക്കില്ല, അതുപോലെ അണ്ടിപ്പരിപ്പില്ല, പക്ഷേ കുറച്ച് നെയ്യ് എടുത്ത് ഒഴിക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കും. കഴിഞ്ഞു. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. പാത്രം നല്ല ചൂടായി കിടക്കുകയാണ്. ഈ നെയ്യോടുകൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നെയ്യ് കിടക്കുന്ന രീതിയിലാക്കിയിട്ട് ജസ്റ്റ് ഒഴിക്കുന്നു. അത് മെൽറ്റായി ഇങ്ങനെ കിടക്കും. ഇതിൽ നിന്നും ഇതിങ്ങനെ തെന്നി മാറും, അതുപോലെ ആക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി എക്സസ് നെയ്യ് ഇങ്ങനെ മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഊറ്റി മാറ്റുകയും ചെയ്യും. ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ അതിമനോഹരമായ ഹൽവയായിട്ട് നമുക്ക് കഴിക്കാം. ഒരു ചെറു ചൂടോടുകൂടി കഴിച്ചാലും ഭയങ്കര സ്വാദായിരിക്കും. എന്തായാലും ഈ രീതിയിൽ എളുപ്പത്തിൽ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് കോക്കനട്ട് ഹൽവ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വടയാണ്, നമ്മുടെ അവൽ ആൻഡ് പൊരി വട. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് കോക്കനട്ട് ഹൽവയാണ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവലിലൂടെ കാണാം.